നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൻ രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇത് ജാക്കി തന്നെയാ. അപ്പോ കവിതേച്ച് ഇവിടെ എവിടെയെങ്കിലും കാണും. നീ ലൈറ്റ് അടിച്ചേ, നമുക്ക് നോക്കാം. അത് ജാക്കിയാണെന്നുള്ളത് ഉറപ്പാ. അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു, അതാ എന്റെ വിഷമം. ജാക്കി അവിടെ താമസിപ്പിച്ചിരുന്നത് കവിത അപ്പച്ചിയാ. എന്തായാലും അവൻ രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. ജാക്കിയെ പിടികിട്ടിരുന്നെങ്കിൽ മുത്തശ്ശിയുടെ കൊലപാതകം തെളിഞ്ഞേനെ. പുറത്തേക്ക് പോയ കവിതപ്പച്ചി പിന്നെ എവിടെ പോയതാ? അവൻ അവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. എന്നാ അവരെ ഇപ്പൊ തന്നെ കൈയോടെ പിടിക്കണല്ലോ. നമ്മള് വീടിന് പുറത്തെല്ലാം അവർ തെരഞ്ഞതല്ലേ, കണ്ടില്ലല്ലോ. ആദ്യം കവിതപ്പച്ചി റൂമിലുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശരിയാ, വന്നേ നമുക്ക് നോക്കാം. എന്താ മൂന്നാളും കൂടി ഇവിടെ? സമയം ഒരുപാടായില്ലേ? ഉറങ്ങുന്നൊന്നുമില്ലേ? ഞാനൊരു ഉറക്കം കഴിഞ്ഞൊന്ന് ഉണർന്നതാ. അപ്പൊ ഇവിടെ എവിടേക്കോ എന്തൊക്കെയോ ഒച്ചയും ബഹളമൊക്കെ കേട്ടു. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെ ഉറക്കം വരാതെ കിടന്നപ്പോഴാ ഇവിടെ നിന്നുള്ള സംസാരമൊക്കെ കേട്ടത്. അതാ ഞാൻ എന്താന്ന് നോക്കാമെന്നേ. സമയം ഇപ്പൊ ഇത്ര ആയില്ലേ? മൂന്നാക്കം പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? വെറുതെ ഇങ്ങനെ സംസാരിച്ചു നിന്ന് ഉറങ്ങിക്കിടക്കുന്നവരെ കൂടെ ഉണർത്തണം. കവിതേച്ചി അവിടെ ഞാൻ കണ്ടല്ലോ. എവിടെ? നീ എന്തൊക്കെയാ പറയുന്നേ? അപ്പച്ചി കുറച്ചു മുൻപ് വീടിന് പുറത്തു പോയിരുന്നില്ലേ? അയ്യോ, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? സ്വപ്നമെല്ലാം കണ്ടോ? ഇവിടെ ആരും വിഡ്ഢികളാണെന്ന് കരുതണ്ട. നീ എന്തൊക്കെ പറയുന്നു സഞ്ജു? ഗോവിന്ദ, എന്താ കാര്യം? ഞങ്ങൾക്ക് ആളെ പിടിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനൊന്നും സംസാരിക്കേണ്ടി വരില്ലായിരുന്നു. ഈ പിള്ളേർക്ക് എന്തോ ഭ്രാന്തായി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ കണക്കിനാണെങ്കിൽ താമസിയാതെ എല്ലാം മനസ്സിലാവും. ഞങ്ങൾ തന്നെ എല്ലാം മനസ്സിലാക്കി തന്നിരിക്കും. ഓ, നല്ല അഭിനയം, ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് ശരിയാ. മൂന്നിനും തലയ്ക്ക് പ്രശ്ന. ഓ, ഞാൻ എന്തിനാ നിങ്ങളോട് വർത്തമാനം പറഞ്ഞ് എന്റെ സമയം കൂടി കളയുന്നേ? ഓ, സമയം ഇത്രേ. സുഖമായിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങുന്ന നല്ലത്. സൂക്ഷിക്കണം, നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. അവര് രണ്ടും കൽപ്പിച്ച.
മോളെ, സഞ്ജു നിന്നെ വിളിക്കുന്നത്. നീ അവനോടൊന്ന് സംസാരിക്കേ. എന്റെ ഫോണിൽ പലരും വിളിക്കും. അവരോടൊക്കെ ഞാൻ സംസാരിക്കണമെന്ന് അമ്മ എന്തിനു വാശി പിടിക്കുന്നേ? എന്താ മോളെ നീ ഇങ്ങനെ? എന്താ ഇവിടെ? മോള് പറഞ്ഞൊന്നും പ്രഭ കേട്ടില്ലേ? അവൾക്ക് പലരിൽ ഒരാളാ സഞ്ജു എന്ന്. എന്നാടി നിന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ നിനക്ക് പലരിൽ ഒരാളായത്? എത്ര പേരുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെന്ന് അമ്മ ചോദിക്കേ. കവിത പറയുന്ന ഏഷണി കേട്ട് അവനെ സംശയിക്കാൻ മാത്രം അധപ്പതിച്ചു പോയല്ലോടി നീ. ദേ, സഞ്ജു വീണ്ടും വിളിക്കുന്നു. മോളെ, നീ അവന്റെ കോൾ എടുക്ക്. നാളെ രാവിലെ സഞ്ജുവിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോവാ. അവൻ വന്നാ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് നീ അവന്റെ കൂടെ പൊയ്ക്കോണം. മംഗലശ്ശേരിന്ന് ഞാൻ ഇറങ്ങി വന്നതേ നാണം കെട്ട് മടങ്ങി പോവാനല്ല. എല്ലാം അവസാനിപ്പിച്ച് തന്നെയാ ഞാൻ ഇറങ്ങിയത്. എങ്കിൽ പിന്നെ നാണം കെട്ട് അവൻ ഈ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്ന എന്തിനാ? അവനും ആയതുകൊണ്ടാ നിന്റെ പിടിവാശിക്ക് മുമ്പിൽ മുട്ട കുത്തി തരുന്നത്. സഞ്ജുനോട് ഈ വീട്ടിൽ കയറി ഇറങ്ങാൻ ഞാൻ പറഞ്ഞോ? എനിക്ക് കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും എന്തിനിവിടെ കയറി ഇറങ്ങണം? അങ്ങനെ കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടെന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ഉണ്ടടി, കാരണമുണ്ട്. അവന് നിന്നെ വേണോന്നുള്ളതുകൊണ്ട്. പ്രഭേ, നിങ്ങളുടെ മോള് ജീവിക്കാനല്ല ആഗ്രഹിക്കുന്നത്. ഇതിന് മോളെ കണക്ക് പറഞ്ഞ് അനുഭവിക്കും. ഇതിനേക്കാൾ വലിയ അനുഭവമൊന്നും എനിക്കിനി വരാനില്ല. കെട്ടിച്ചു വിട്ട പെണ്ണ് ഭർത്താവിനോട് വഴക്കിട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം അല്ലേ? ഞാനിവിടെ നിൽക്കുന്നതില് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് പോയി തരാം. കാഞ്ചനെ, നീ അകത്തേക്ക് പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.